ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ലീല സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി, സ്നേഹമുണ്ട്. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുന്നത്. ഇപ്പം നമുക്കൊരു ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് സംഭവിച്ചല്ലോ. അപ്പം എൻ്റെ യാത്രയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു 13 എയർപോർട്ടുകളിൽ കൂടി ഞാൻ പോയി വന്നിട്ട് സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇപ്പം ഈ ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് അങ്ങനെ ഒരു വിമാനയാത്രയെ പറ്റി അങ്ങനത്തെ ആ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ യാത്രകളെല്ലാം യമനിൽ നിന്ന് ബോംബെക്ക് വരും, ബോംബെയിൽ നിന്ന് വന്നിട്ട് പിന്നെ ഡൽഹിക്ക് വരും, പിന്നെ ഇവിടുന്ന് കേരളത്തിൽ പോകും. ഇതാണ്. പിന്നെ തിരിച്ചു പോകാൻ നേരം കേരളത്തിൽ വന്നെല്ലാവരെയും കണ്ടിട്ട് പിന്നെ ഡൽഹി വന്നിട്ട്, പിന്നെ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ബോംബെക്ക് പോയിട്ട്, പിന്നെ ആ ബോംബെയിൽ നിന്ന് ബോംബെയുടെ ഡൊമസ്റ്റിക്കിൽ ചെന്നിട്ട് പിന്നെ അവിടുന്ന് ഇൻ്റർനാഷണൽ. അതാണ് എൻ്റെ റൂട്ടീനായിട്ടുള്ള യാത്ര. ഈ യാത്രകളിലെല്ലാം ഞാൻ തനിയാണ് പോകുന്നതും വരുന്നതും, കൂടെ ആരുമില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ മാത്രമാണ് ഡൽഹിക്ക് വരാനുള്ളത്. അതുകൊണ്ട് ഞാൻ തനിയാണ്. എൻ്റെ യാത്രകളിലെല്ലാം ഞാൻ തനിയാണ് പോയിട്ടുള്ളതും വന്നിട്ടുള്ളതും ഒക്കെ. അപ്പോൾ കുറച്ച് യാത്രയിൽ ഇങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത്, നമ്മൾ ഈ എയർപോർട്ടിലും ഒക്കെ പോകുന്ന സമയത്ത് ഒരു യാത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കുന്ന സമയത്ത് നമ്മളെ ഭൂമിക്ക് മേളും ആകാശത്തിന് കീഴേയുമാണ് നമ്മൾ. ഭൂമിയിലുമല്ല ആകാശത്തിലുമല്ല. അങ്ങനെയുള്ള ഒരു യാത്രയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ഈ അങ്ങനെയുള്ള യാത്രയിൽ പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നമ്മൾ ഏത് യാത്രയായിക്കൊണ്ടിരുന്നട്ടെ, നമുക്ക് നമ്മുടെ ഒരു ഭയങ്കരമായിട്ടുള്ള കാരണം ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. ദൈവത്തിനോടുള്ള വലിയൊരു പ്രാർത്ഥന കഴിച്ചിട്ട് വേണം നമ്മൾ ഇറങ്ങാനും എടുക്കാനും ഒക്കെ. അത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ അനുഭവം പറയാനെ കൊണ്ട് ഞാൻ പറയുന്നത്. ഞാൻ 2002 ലീവിന് വന്നിട്ട് ഞാൻ 2004 ഞാൻ ലീവിന് വന്നിട്ട് തിരിച്ച് പോകുമ്പോൾ ഡൽഹിയിൽ നിന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് എയർഡക്കൻ്റെ ഫ്ലൈറ്റ് ബോംബെക്ക്. അപ്പോൾ 5:30ക്കാണ് ഇതിൻ്റെ ബോർഡിങ്. പക്ഷേങ്കിൽ ബോർഡിങ് അവിടെ ആ സമയത്ത് ഈ ദില്ലിയിലെ എയർപോർട്ടിൽ തന്നെ കാണിക്കുന്നുണ്ട്. ബോംബെ എയർപോർട്ട് അവിടെ എല്ലാം മൊത്തം വെള്ളത്തിൽ ഇതായിട്ടിരിക്കുകയാണ്. വെള്ളപ്പൊക്കമാണ്, മഴ കാരണം ഇപ്പം വെള്ളപ്പൊക്കമായിട്ടിരിക്കുകയാണ്. എയർപോർട്ടിലെല്ലാം വെള്ളമാണെന്നെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഡൽഹിയിലെ എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കുക. എൻ്റെ കൂടെ ആരുമില്ല യാത്രക്കാരെ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്നൊന്നും ഇങ്ങനെ നമുക്ക് ഇവിടുത്തെ സിം കൊണ്ടുപോയി ഇത് ഹസ്ബൻഡിനെയും വീട്ടുകാരെയും ഒന്നും അറിയിക്കാനും പറ്റത്തില്ല ഇങ്ങനെ. അപ്പോൾ നമ്മളെ ഇവർ പറഞ്ഞു അവിടെ ജെറ്റൊക്കെ ചെന്നിട്ട് ഇൻഡോറിലേക്ക് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ബോംബെയിൽ എത്തുന്നില്ല, ഛത്രപതിയിൽ എത്തുന്നില്ല, ബോംബെയിൽ നിന്ന് ഇൻഡോറിന് വിടുക ചെയ്യുന്നത്, അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ 5:30ക്കുള്ള ബോർഡിങ് അവർ 6:30 അപ്പോൾ ഇവിടെ ഡൽഹിയിലും ചെന്നം മഴ പെയ്യുന്നുണ്ട്. ഞാൻ ആരോട് ഈ വിഷമം പറയും? ഞാൻ തന്നെ ഉള്ളു എൻ്റെ യാത്രയിൽ. അത് വീട്ടുകാരെ പോലും അറിയിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. കാരണം അന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഇന്ത്യൻ സിം എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് അവിടെ വരെ സംസാരിക്കാൻ എടുക്കാം എന്നുള്ളതൊന്നും അറിവില്ലായിരുന്നു അത്രയ്ക്ക്. തന്നെ ഉരുകുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. തന്നെ എൻ്റെ യാത്രയിലെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എയർപോർട്ടുകളിലും എല്ലാം കാരണം എൻ്റെ ലൈഫിൽ കൂടെ പറഞ്ഞാൽ മൊത്തം മിറക്കിളാണ് സംഭവിച്ചുള്ളത്. അതുപോണക്ക് സംഘട്ടമായിട്ടുള്ള പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടുന്നെല്ലാം അവിടെ എല്ലാം അറ്റ ടൈമിൽ മിറക്കിൾ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ 2004 പോകുന്ന സമയത്ത് വന്നിട്ട് ലീവിന് വന്നിട്ട് പോകുന്ന സമയത്ത് അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു ഫ്ലൈറ്റ്. ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മാഡം ഞങ്ങൾ ഗ്യാരണ്ടി തരത്തില്ല, ഇൻഡോറിൽ തന്നെ ബോംബെയിലെ ഛത്രപതി ഡൊമസ്റ്റിക്കിൽ തന്നെ ഇത് ചെല്ലുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് അവിടുന്ന് വണ്ടികളൊക്കെ ഫ്ലൈറ്റൊക്കെ തിരിച്ചു വിടുക, ഇൻഡോറിന് വിടുക. അഥവാ ബൈ ചാൻസ് ബോംബെ ചെല്ലാതെ ഇത് ഇൻഡോറിന് വിട്ടെങ്കിൽ ഞാൻ ആകെ കുഴങ്ങിപ്പോൾ. കാരണം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ബോംബെ ഡൊമസ്റ്റിക്കിൽ ചെന്നിട്ട് പിന്നെ അവിടുന്ന് ഇൻ്റർനാഷണലിൽ പോയിട്ട് വേണം, അവിടുന്ന് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എല്ലാം ഇതല്ലേ, ടൈമിംഗ് അല്ലേ. അപ്പോൾ അഥവാ ഈ ഫ്ലൈറ്റ് ഇൻഡോറിൽ പോകുകയാണെങ്കിൽ ഞാൻ എന്തോ ചെയ്യും? എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല വേറെ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മളങ്ങനെ തിരിച്ചു പോകുമ്പം കാലിയായിട്ടല്ലേ പോകുന്നത് ഇവിടുന്ന് പോകുമ്പോൾ. അപ്പം ഞാൻ എന്തോ ചെയ്യും? ഞാൻ ഉരുകി ഞാൻ ദൈവത്തിനോട് തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുക.
എന്നെ സംബന്ധിച്ച് എനിക്ക് ദൈവമാണ് എപ്പോഴും കൂട്ടുള്ളത്. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കും. എന്തോ ചെയ്യും. വിഷമം ആരോടൊന്നും പങ്കുവയ്ക്കാനും പറ്റത്തില്ല, വീട്ടുകാരോട് പറയാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ കൂടെ നമ്മളറിയുന്ന ആരും സഹയാത്രികരില്ല നമ്മളോടൊപ്പം, ഞാൻ മാത്രം തന്നെ. 5:30 ഉള്ളത് ഇവർ 6:30 നമ്മൾക്ക് ബോർഡിങ് ചെയ്തു. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞാനപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളൊരു ഗ്യാരണ്ടിയും തരത്തില്ല ബോംബെയിൽ ഇത് എത്തുമെന്നുള്ളത്, ഇൻഡോറിലാണോ എന്തുവാണെന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡൽഹിയിൽ നിന്ന് തന്നെ ചന്നം മഴ നനഞ്ഞാണ് നമ്മൾ ഈ ഫ്ലൈറ്റിൽ കയറുന്നത്. എനിക്ക് ആശ്രയം എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ദൈവത്തിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവമേ ഞാൻ എന്തോ ചെയ്യും നീ എനിക്കത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏത് ഘട്ടത്തിലും ദൈവമാണ് നമ്മളെ. ദൈവത്തിൻ്റെ കയ്യിലാണ് സകലതും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അഴകത്ത് മുറുകെയുള്ള വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയും വിശ്വാസത്തോടുള്ള അപ്പം ഞാൻ ഇങ്ങനെ ആ ഫ്ലൈറ്റിൽ കയറി, ഡെക്കൻ ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ ഇവർ പറഞ്ഞു അറിയത്തില്ല, ചിലപ്പോൾ ഇൻഡോറിൽ ചെന്നിട്ടായിരിക്കും അവിടുന്ന് തിരിച്ചു വിടുമായിരിക്കും, ബോംബെ ചെന്നിട്ട് താഴുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കയറി. ഞാൻ ഏത് ഫ്ലൈറ്റ് യാത്ര ചെയ്താലും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഫ്ലൈറ്റിൽ കയറി, ഞാൻ ഇരുന്ന് കഴിഞ്ഞ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഇരിക്കുന്നവരൊന്നും അധികം ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഇല്ല. ഞാൻ കണ്ണും അടച്ചിരുന്ന ഒറ്റ പ്രാർത്ഥനയാണ്. കണ്ണും അടച്ചിരുന്ന് ഞാനിങ്ങനെ എത്ര മണിക്കൂർ നേരത്തെ യാത്രയാണെന്ന് വെച്ചാൽ അത്രയും മണിക്കൂർ ഇങ്ങനെ വെച്ചാൽ അതിൻ്റെ എയർപോർട്ട് അടുക്കേണ്ടുന്ന സമയമാകുമ്പോൾ മാത്രമേ ഞാനിങ്ങനെ കണ്ണ് തുറന്ന് നോക്കാറ്. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിലും കൂടെ പോകുന്നത്. ഇത് ബോംബെ താഴുമെന്ന് പറയുന്നില്ല. അപ്പം ഞാൻ ആകെ പ്രയാസത്തിലും ഇത് ആരോടും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല. ഭർത്താവിനറിയത്തില്ല, മക്കൾക്കറിയത്തില്ല, എൻ്റെ കൂടെ സഹയാത്രികരില്ല, എൻ്റെ കൂടെ വേറെ ആൾക്കാരാണ് ഉള്ളത്. അവരോട് നമ്മളെന്തോ പറയാനാ, ഞാൻ മാത്രം ഒരാൾ. ഞാൻ ഈ ഫ്ലൈറ്റിൽ കയറിയിട്ട് ബെൽറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം ഡൽഹിയിൽ നിന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കണ്ണും അടച്ച് ഞാനങ്ങിരുന്നു. കണ്ണും അടച്ച് എൻ്റെ ഇടതുവലത്ത് വസ്തു ആരായിരിക്കുന്നതെന്ന് പോലും ഞാൻ കണ്ണും അടത്തിയിരുന്നു. ഒറ്റ പ്രാർത്ഥന മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ ഫ്ലൈറ്റ് ബോംബെയിലെ ഛത്രപതി ഡൊമസ്റ്റിക് എയർപോർട്ടിൽ തന്നെ എത്തണേ, അവിടെ താഴണേ, അവിടെ എത്തിക്കാവൂ. അല്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യും, ഇൻഡോറിന് പോയാൽ എൻ്റെ കയ്യിൽ വേറെ പൈസയില്ല അവിടുന്ന് വേറെ ഫ്ലൈറ്റ് പിടിക്കാൻ. അല്ലെങ്കിൽ പിന്നെ എന്തോ ചെയ്യും, എനിക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് മിസ്സായി പോകും, എന്തോ ചെയ്യും എനിക്ക്. അതുകൊണ്ട് ഞാൻ ദൈവത്തിനോട് ദൈവത്തിനോട് മാത്രം ഞാൻ കണ്ണ് തുറക്കുന്നേ ഇല്ല. 1.5 മണിക്കൂർ നേരത്തോളം ഞാൻ കണ്ണ് തുറക്കാതെ ഈ ഒരു പ്രാർത്ഥന മാത്രം ചെയ്തുകൊണ്ടിരുന്നു. ഇത് ഇൻഡോറിൽ പോരല്ലേ, ഇത് ബോംബെ ചെല്ലണേ, ബോംബെ തന്നെ താഴണേ. അത് കഴിഞ്ഞ് ഈ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പം മഴ പെയ്യുന്നുണ്ട്, കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ല. അപ്പം ഞാനിങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഇങ്ങനെ സൈഡ് സീറ്റിൽ ഇങ്ങനെ നോക്കിയ സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ മതി, ദൈവത്തിൻ്റെ മിറക്കിൾ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ നോക്കുന്ന സമയത്ത് ബോംബെ ഛത്രപതി ഡൊമസ്റ്റിക് എയർപോർട്ട്, ദൈവത്തിനെ എത്ര നന്ദി പറഞ്ഞാലും എത്ര ദൈവത്തിനെ ഇത് ചെയ്താലും അറിയത്തില്ല. കാരണം ആ ഫ്ലൈറ്റിൽ ഇരിക്കുന്നവരെല്ലാം ഡൊമസ്റ്റിക്കിൽ യാത്ര ചെയ്യുന്നവർ, അവർക്കാർക്കും അത്രയും ആകുലപ്പെടേണ്ടുന്ന കാര്യമില്ല. അതിൻ്റെ അകത്തിൽ ഞാനൊരു വ്യക്തിയേ ഉള്ളൂ പിന്നെ ഇൻ്റർനാഷണലിന് പോകാനൊക്കെ ഉണ്ടുള്ളത്. അവിടെ കറക്റ്റ് സമയത്തിന് ചെന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് മിസ്സായിപ്പോവും. അവർ തരുന്ന ടിക്കറ്റൊക്കെ സർക്കാർ, അവിടുത്തെ MN സർക്കാർ തരുന്ന അവിടുത്തെ എയർവേസിൻ്റെയാണ്. അപ്പം ഞാനിങ്ങനെ നോക്കുന്ന സമയത്തായി മഴ പെയ്യുന്നുണ്ട്, ബോംബെയിൽ മഴ ചന്നം പെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഛത്രപതി ഡൊമസ്റ്റിക് എയർപോർട്ട് കാണുന്നു. അയ്യോ, ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. മഴ പെയ്യുന്നുണ്ടായിരിക്കും. ആ ചന്നമഴ നനഞ്ഞാണ് ഞാൻ അവിടെ ഇറങ്ങുന്നത്. അവിടെ ഇറങ്ങി നനഞ്ഞുകൊണ്ടാണ് ഈ ലഗേജ് എല്ലാം കയറ്റിയെടുത്ത് വെച്ചിട്ട് പിന്നെ ഇവിടുന്ന് ഇൻ്റർനാഷണലിൽ പോകണം. അവിടുന്ന് ഇത് നമ്മുടെ കുടുംബക്കാരോ നമ്മുടെ മക്കളോ നമ്മുടെ ഭർത്താവോ നമ്മുടെ ബന്ധുക്കളോ ആരും ഒന്നും അറിയുന്നില്ലല്ലോ. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളല്ലേ നമ്മൾ അനുഭവിക്കുന്ന, ഇതൊന്നും അവരാരും അറിയുന്നില്ലല്ലോ. അവർക്കൊക്കെ ഇങ്ങോട്ടുള്ള വരുമാനം മാത്രം മതിയല്ലോ. അപ്പം ഞാൻ അവിടുന്ന് നനഞ്ഞ് നല്ല മഴ പെയ്യുന്നുണ്ട്. അവിടുന്ന് എൻ്റെ ലഗേജും ഒക്കെ ട്രോളിയെ വെച്ചിട്ട് പിന്നെ അവിടുന്ന് ഇൻ്റർനാഷണലിൽ പോയി എയർ ബസ് കയറി പിന്നെ ഇൻ്റർനാഷണലിൽ പോയി. അങ്ങനെ സുഖമായിട്ട് ഞാൻ യമനിൽ എത്തിച്ചേർന്നു. അതാണ് ഞാനിപ്പം പറയുന്നത്. യമനിൽ നമ്മളിപ്പം ഏതൊരു യാത്രയാണെന്ന് പറഞ്ഞാലും നമ്മൾ യാത്ര പോകുന്നതിന് മുമ്പേ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ
എല്ലാവരും പറയും അടിച്ചു പൊളിക്കേ പോകൂ വരൂ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക്. പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ ദൈവചിന്ത വേണം. നമ്മളെപ്പോഴും ദൈവത്തെ മുറുകെ പിടിക്കണം. സത്യസന്ധമായ മനസ്സോടെ സത്യസന്ധമായ ചിന്തകളോടെ നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കണം. അത് ഏത് ദുർഘടനത്തിലാണെന്ന് പറഞ്ഞാലും നമ്മളെ രക്ഷിക്കും. ഇപ്പോൾ ഈ ഫ്ലൈറ്റിൽ ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഈ ആക്സിഡൻ്റായ ഫ്ലൈറ്റിൽ 242 പേരിൽ ഒരാൾ മാത്രം അതിൻ്റെ അകത്തു നിന്ന് രക്ഷപ്പെട്ടു. ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. അത് ഒരു പക്ഷേ ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയോ ആ മനുഷ്യനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരോ അവരുടെ ഫാമിലി അവരുടെയൊക്കെയുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും ആ ഒരു വ്യക്തി തന്നെ അതിൻ്റെ അകത്തു നിന്ന് രക്ഷപ്പെടാൻ അത്ഭുതകരമായിട്ട്, വളരെ അത്ഭുതകരമായിട്ട്. അതാ പറയുന്നത്, നമ്മുടെ യാത്രയിൽ നമ്മളെ സംരക്ഷിക്കാൻ ആരാ ഉള്ളത്? ദൈവം മാത്രമേ ഉള്ളൂ. നമുക്കിപ്പം മനുഷ്യരുടെ സംരക്ഷണം ഇവിടെ ഒന്നും നടക്കത്തില്ല. എപ്പോഴും ഏത് സമയത്തും നമ്മളെ സംരക്ഷിക്കാൻ പറ്റുന്നത് ഏത് ദുർഘടത്തിൽ നിന്നാണെങ്കിലും ഏത് ഇതിൽ നിന്നാണെന്ന് പറയുന്നത് നമ്മളെ സംരക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം അവിടുന്ന് യമനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ലഗേജൊക്കെ ആയി. ഞാൻ എയർപോർട്ടിൽ ഞാൻ തനിയാണ് ഇങ്ങോട്ട് വരുന്നത്. എയർപോർട്ടിൽ വന്ന് കഴിഞ്ഞ് എൻ്റെ ലഗേജ് എടുത്ത് വെച്ചപ്പോൾ ലഗേജ് ഒത്തിരി കൂടുതൽ. അവരെന്നോട് $500 ചോദിച്ചു തരാൻ. അപ്പം ഞാൻ ഇവിടുന്ന് $500 കൊടുക്കാൻ ഉള്ളതെല്ലാം കടവിടും മേടിച്ചൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തിലെന്തോ $500 തന്നെ സാധനം കാണത്തില്ല. പിന്നെ മക്കളൊക്കെ അല്ലേ, അവർക്കൊക്കെ ഓരോ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ ഓരോന്ന് നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്നു. അപ്പം ഇവർ പറഞ്ഞു മാഡം $500 നിങ്ങളുടെ ലഗേജ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പം ഇത് കാർട്ടൂണാണ്, ഇത് എൻ്റെ ഫ്രണ്ട്സ് വെളിയിൽ നിൽപ്പുണ്ട് എയർപോർട്ടിന് വെളിയിൽ. അപ്പോൾ ഇത് അഴിച്ച് അവിടെ കൊടുക്കാനൊന്നും പറ്റിയൊരു സാഹചര്യമൊന്നുമല്ല. അപ്പം മാഡത്തിൻ്റെ ലഗേജ് മാറ്റിയൊക്കെ പിന്നെ അടുത്ത യാത്രക്കാർ വിട്ടു. ഞാനപ്പോൾ എൻ്റെ ലഗേജ് അതിൽ നിന്ന് വലിച്ച് താഴെ ഇട്ടിട്ട് ഞാനിങ്ങനെ നിൽക്കുക. ഞാൻ എന്തോ ചെയ്യും? അപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ വരിക, അവരുടെ ലഗേജ് വെക്കുന്ന പോകുന്നു. ഞാനിങ്ങനെ അവിടെ ദൈവത്തിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എന്തോ ചെയ്യും ദൈവമേ, എനിക്ക് $500 കൊടുക്കാൻ പറയുന്നത്, ഞാൻ ഇവിടുന്ന് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല, ഞാൻ എന്തോ ചെയ്യും ഇങ്ങനെ എനിക്ക്. അപ്പോൾ ഒരു ആൾ വന്നു, ആ കക്ഷി തമിഴ്നാട്ടുകാരനാണ്. അപ്പോൾ ആ കക്ഷി എന്നോട് ചോദിച്ചു, മാഡം ലഗേജിൻ്റെ പ്രശ്നമാണോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ മാഡം ഒരു കാര്യം, എനിക്കധികം ലഗേജില്ല, എൻ്റെ ലഗേജിൻ്റെ കൂടെ വിടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുവാ, ആ പുള്ളിക്കാരൻ്റെ നല്ല മനസ്സിന് ഞാൻ അന്നേരം താങ്ക്സ് പറഞ്ഞു. പക്ഷേങ്കിൽ ആ പുള്ളിക്കാരൻ്റെ പിന്നെ കൂടെ എൻ്റെ ലഗേജ് വിട്ടാൽ അത് കണക്റ്റഡ് ഫ്ലൈറ്റാണ് ആ പുള്ളിക്കാരനുള്ളത്. അപ്പോൾ എൻ്റെ ലഗേജ് ചെന്നൈയിൽ മദ്രാസിൽ പോവും. അപ്പോൾ അത് പറ്റത്തില്ല, ബോംബെ വരെ വരുന്നവരുടെ കൂടെ വേണം. അങ്ങനെ ഞാൻ വളരെ ഭാരപ്പെട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ച്, ദൈവമേ ഞാൻ എന്തോ ചെയ്യും ഇവർ ചോദിക്കുന്ന പൈസ എൻ്റെ കൊടുക്കാനും ഇല്ല, ഞാൻ എന്നോ ചെയ്ത് അഴിച്ച് സാധനം വെളിയിൽ കൊടുക്കാനും പറ്റത്തില്ല. വല്ലാതെ ചെകുത്താനും കടലിനും മധ്യത്തിലായ പോണക്ക് ഞാനിങ്ങനെ നിന്നു. നമ്മളെപ്പോഴും മനസ്സുരിയും. പക്ഷേ ദൈവമാണ് എനിക്ക് ആ ഒരു ഇതാണ്, ദൈവം എന്നെ ഇത് ചെയ്യും. അത്തരം ഞാനിങ്ങനെ വിഷമിച്ചു. അപ്പം മുക്കാലി യാത്രക്കാരെല്ലാം അവരുടെ ലഗേജ് വിട്ടിയതായി. അപ്പം ഞാനിങ്ങനെ വളരെ വിഷമിച്ച് എൻ്റെ ലഗേജ് മാറ്റിയിട്ടിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ഈ കൗണ്ടറിലിരിക്കുന്ന ആ സാറ് തന്നെ എന്നെ വിളിച്ചു, മാഡം വാ മാഡത്തിന് തേണ്ട ഒരാളെന്ന് പറഞ്ഞേ. അപ്പം ഞാൻ അതിശയപ്പെടുകയോ, എനിക്കാരോ ഒരാൾ എന്നിങ്ങനെ ഞാൻ വളരെയധികമായിട്ട് ഞാൻ അതിശയപ്പെട്ടു. അപ്പോൾ ഞാൻ മാഡത്തിൻ്റെ ലഗേജ് ഈ പയ്യൻ്റെ കൂടെ ഇവിടെ, ഇവനെ ബോംബെ വരിക, ഇവന് ലഗേജ് ഒന്നുമില്ല. അപ്പോൾ എന്തുവാ, ഹരിയാനക്കാരനൊരു 10-25 വയസ്സുള്ളൊരു പയ്യന്, അവന് യമനി വന്നിട്ട് 1 മാസമേ ആയുള്ളൂ. അവന് ഇഷ്ടപ്പെടാഞ്ഞിട്ട് അവൻ തിരിച്ചു പോരുക. അപ്പോൾ അവന് ലഗേജ് ഒന്നുമില്ല. അപ്പോൾ ഈ കൗണ്ടറിലിരുന്ന അങ്ങേര് പറഞ്ഞു, ഇവൻ്റെ കൂടെ ലഗേജ് വിട്ടോ നിങ്ങൾ 2 പേരും. അപ്പം മാഡത്തിൻ്റെ ഇതാവും. ദൈവം ഓരോരുത്തരെ കൊണ്ടെത്തിരുന്നത്. അപ്പം ഞാൻ അന്ന് അവിടുന്ന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച്, ഹോസ്റ്റലിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയത്. അപ്പം ഞാൻ തന്നെയാണ് വരുന്നത്, മഴയൊക്കെ പെയ്യുന്നുണ്ട്. ദൈവമേ ഞാൻ തന്നെ ഉള്ളൂ, എൻ്റെ യാത്രയിൽ അങ്ങ് അറ്റം വരെ ഉടനീളം നല്ല സഹയാത്രികരെ തരണമേ, എനിക്ക് അങ്ങല്ലാതെ ആരുമില്ല, ഞാൻ ഏകയായി പോകുന്നതും ദൈവത്തിനോടെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ്. നമ്മുടെ മനസ്സുരുകി ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം തീർച്ചയായിട്ടും അത് കേൾക്കും. സത്യസന്ധമായിട്ടുള്ള മനസ്സോടെ, നിഷ്കളങ്കതയുള്ള മനസ്സോടും പ്രാർത്ഥിച്ച ദൈവം അത് കേൾക്കും. അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പയ്യനെ അപ്പോൾ ഈ പയ്യൻ എന്നോട് പറഞ്ഞു, ദീദി മേരക്കോ കോയി, എനിക്ക് സാധനമൊന്നുമില്ല, ഹിന്ദിയിൽ എന്നോട് മേരക്കോ കോയി സാമാൻ നെയ്യേ ഒന്നുമില്ല, എൻ്റെ കൂട്ടത്തിൽ ലഗേജ് വെക്കുന്നു. അങ്ങനെ ആ പയ്യൻ്റെ കൂട്ടത്തിൽ ലഗേജ് വെച്ചിട്ട് $500 ചോദിച്ചിട്ട് $1 പോലും കൊടുക്കാതെ അവിടുന്ന് ലഗേജ് എല്ലാം പോയി. അങ്ങനെ ഞങ്ങൾ പിന്നെ ബോർഡിങ് കഴിഞ്ഞ് വന്നിട്ട് ഫ്ലൈറ്റേ വരുന്ന സമയത്ത് ഞാനും ഈ പയ്യനും അടുത്തടുത്ത സീറ്റിലായിരുന്നു.
അപ്പോൾ ഇവനെ യമനി വന്ന് ഒരു മാസം കൊണ്ട് അനുഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ കപ്പലിൽ ജോലിക്കാൻ വന്നേ, അവർ കബളിപ്പിച്ചു. ഞാൻ എന്നിട്ട് ഇവിടെ തൂക്കം തുടയ്ക്കുന്ന പണി വരെ ചെയ്യേണ്ടി വന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇന്ത്യക്ക് തിരിച്ചു പോയാൽ മതി. അപ്പോൾ എന്നോട് ചോദിച്ചു, ദീദി എത്ര നാൾ ഇവിടെ? ഞാൻ ഇത്ര വർഷം. അയ്യോ ദീദിയൊക്കെ സമ്മതിക്കണം, ഇത്രയും നാൾ ജോലി ചെയ്യുന്നെടുക്കുന്നത്. അപ്പം നമ്മുടെ സാഹചര്യം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം, നമ്മുടെ ആവശ്യങ്ങൾ കാരണമാണ് എന്നെ പോണക്കുള്ളവർക്ക് അവിടെ പിടിച്ച് നിൽക്കുന്നില്ല. അവിടുത്തെ സുഖം സൗകര്യവും ഒന്നും ഓർത്തല്ല. ഫാമിലി എങ്ങനെയും രക്ഷപ്പെടട്ടെ, മക്കളെങ്ങനെ രക്ഷപ്പെടട്ടെ, അവരുടെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഓർത്താണ്. ഇന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം മാതാപിതാക്കളെയൊന്നും ആർക്കും വേണ്ട, അത് വേറൊരു സത്യം, അത് സാരമില്ല. അപ്പം ഈ പയ്യനെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ എല്ലാം വന്ന് പറഞ്ഞു, ഇന്ത്യ നല്ലത്, അയ്യോ നമ്മൾ വിദേശത്ത് ദീദിയൊക്കെ സമ്മതിക്കണം, ഇത്ര വർഷം അങ്ങനെ പറഞ്ഞു വന്ന് ഞങ്ങൾ അടുത്തടുത്ത് സീറ്റിലിരുന്ന് ബോംബെയിൽ സംസാരിച്ചെല്ലാം വന്നു ബോംബെ. അപ്പോൾ ഈ ഫ്ലൈറ്റിലിരുന്നപ്പം ഇവൻ പറഞ്ഞു, ദീദി എങ്ങനെയാണ് പോകുന്നത് എയർപോർട്ടിൽ നിന്ന്, ഇവിടെ ബോംബെയിൽ നിന്ന് എങ്ങനെ ഡൽഹിക്ക് പോകുന്നതെന്ന് ചോദിച്ചു. അവനും ഡൽഹിക്കല്ലേ വരേണ്ടത്, ഹരിയാനക്കാരനല്ലേ ഞങ്ങൾ ഡൽഹിയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ബോംബെ ചെന്നിട്ട് ഫ്ലൈറ്റ് നോക്കാം, ഡൊമസ്റ്റിക് നോക്കാനാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, ദീദി ഞാൻ ഫ്ലൈറ്റിനൊന്നും വരും, ഞാൻ ട്രെയിനേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലെന്തോ, ബോംബെയിൽ വരുമ്പോൾ ഈ സാധനങ്ങൾക്ക് അവിടെ പിന്നെയും ഇവിടെ ഒട്ടും സമ്മതിക്കത്തില്ലല്ലോ, നമുക്ക് ഇന്ത്യയിലല്ലേ ഒട്ടും ജീവിക്കാൻ പറ്റാത്തത്, ലഗേജ് എന്തോ ചെയ്യും. പക്ഷേ എനിക്ക് ഇവനോട് പറയാൻ പറ്റുമോ, നീ എൻ്റെ കൂടെ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് വാ മോനെന്ന് പറയാനും പറ്റത്, എൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളൂ. അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ബസ്സിനോ ഞാൻ നോക്കട്ടെ ട്രെയിനോ ആയിരിക്കും ദീദി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞങ്ങൾ എമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലഗേജ് എല്ലാം എടുത്ത് ഇങ്ങനെ വെളിയിലോട്ട് വരുമ്പോൾ അവിടെ ബസ്സിൻ്റെ ഇതും ട്രെയിൻ ടിക്കറ്റും അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റും കൗണ്ടർ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവൻ എന്നോട് പറഞ്ഞു, ഈ പയ്യൻ എന്നോട് പറഞ്ഞു, ദീദി ഒരു മിനിറ്റ് നിൽക്കേ, ഞാനും ദീദിയുടെ ഫ്ലൈറ്റിനാണ് വരുന്നത്, ദീദി ഒരു കാര്യം ചെയ്യും, ഞാൻ ATM പൈസ എടുത്തുകൊണ്ട് വരട്ടെ, നമുക്കത് രണ്ടുപേർക്കും ഒന്നിച്ച് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. അയ്യോ ദൈവമേ, അയ്യോ. അപ്പം ഈ ചെറുക്കൻ ചെന്ന് ATM പൈസ എടുത്തുകൊണ്ട് കണ്ട് എൻ്റെ കയ്യിൽ തന്നെ തന്നിട്ട് പറഞ്ഞു, ദീദി 2 ടിക്കറ്റ് എടുക്കുക, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ടിക്കറ്റ് എടുക്കുക, നമുക്ക് ഡൽഹിക്ക് പോകാൻ ഫ്ലൈറ്റിന് തന്നെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ടിക്കറ്റ് എടുത്തു, സ്പേസ് ജെറ്റിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും അത് ഓണക്ക ലഗേജും വിട്ടു. എനിക്കിവിടെ ഒന്നും ആയില്ല. ഈ പയ്യൻ അവിടുന്ന് തൊട്ടേ ഉള്ളതിന് എനിക്കൊരു ലഗേജ് എടുക്കേണ്ടിയും വന്നില്ല, പൊക്കി വെക്കേണ്ടിയും വന്നില്ല. എല്ലാം ഈ മകൻ തന്നെ എല്ലാം ചെയ്ത്, 25 എൻ്റെ മകൻ്റെയൊക്കെ പ്രായമേ ഉള്ളൂ, ചെയ്തു എടുത്തു, ഇവിടെ കൊണ്ടുവന്നു. അപ്പം ഇവിടെയും ദൈവം തമ്പുരാനെ ഇത് ചെയ്തു, എനിക്കൊരു പൈസ ഇവിടെയും കൊടുക്കേണ്ടി വന്നില്ല. അങ്ങനെ ഞങ്ങൾ ദില്ലി എയർപോർട്ടിൽ വന്നിറങ്ങി. അപ്പം ബോംബെ അവിടെ വെച്ച് അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, ദീദി നാട്ടിൽ വിളിച്ച് പറയണമെങ്കിൽ, ഇപ്പം എൻ്റെ സിമ്മൊന്നുമില്ല, എൻ്റെ ഇന്ത്യൻ സിമ്മുണ്ട്, ദീദിക്ക് ഹസ്ബൻഡിനെ വിളിച്ച് പറയണമെങ്കിൽ പറ, അപ്പോൾ എത്ര സമയത്താണ് എത്തുന്നത്, അതെൻ്റെ മൊബൈലിൽ നിന്ന്. ഇപ്പോൾ ഒരു മാസമല്ല അയാൾ ഇവൻ അവിടെ വന്നിട്ട് മോനെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന സമയത്ത് ഇന്ന ഫ്ലൈറ്റിന് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഇളയ മോനും ഹസ്ബൻഡും ഇളയ മോനും ഡൽഹി എയർപോർട്ടിൽ വന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങി വരിക, ഞാൻ ഈ പയ്യനും ഇങ്ങനെ ഇറങ്ങി വന്ന് ഞാൻ ഇവരെ ഇങ്ങനെ കൈ കാണിച്ചു. അപ്പോൾ ഈ പയ്യനെ പറ്റി ഇവരോട് പറയണം, ഇവരെ പരിചയപ്പെടുത്തണം, ഹസ്ബൻഡിനോടും മോനോടും പരിചയപ്പെടുത്തണം. ഈ പയ്യൻ കാരണമാണ് പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇവിടെ എത്തിച്ചത്, എടുത്തത് ലഗേജിൻ്റെ അതിൽ എല്ലാ പ്രശ്നവും, എനിക്ക് ലഗേജ് ഒന്നും പൊക്കണ്ടി വന്നിലെടുക്കുന്ന നല്ല ഇതായിട്ട് ഒരു അടുത്തടുത്ത സീറ്റിലിരുന്ന് അവിടെ തൊട്ട് വന്നു, ബോംബെയിൽ നിന്ന് ഇവിടെ വിട്ട് ഡൽഹി വരെ വന്നു. അപ്പം ഇവരെ പരിചയപ്പെടുത്താനെ കൊണ്ട് ഞാൻ നോക്കും, ഇങ്ങോട്ട് ഇറങ്ങി വരും. പക്ഷെങ്കിൽ പെട്ട പാട് ഈ ചെറുക്കനെ കാണുന്നില്ല. അപ്പം ഞാനിങ്ങനെ ചുറ്റിനും ഇങ്ങനെ നോക്കും, എന്തി അവനെ അവരെ ഹസ്ബൻഡിനെയും കൊച്ചിനെയും. അപ്പോൾ ആ ഹസ്ബൻഡും കൊച്ചും ചോദിച്ചു, എന്തോ നോക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ഇതുവരെ നടന്നു വന്നേ ഹരിയാനക്കാരനാ പയ്യന്, അവനുണ്ടായിരുന്നോണ്ടാണ് എനിക്കൊരു യമനിന്ന് തൊട്ടേ ഒരു ഇതുമില്ലാതെ ഞാൻ ഇവിടെ വരെ എത്തിയ, ലഗേജിന് പൈസയും കൊടുത്ത എന്നെ ഇത് വെച്ചാൽ ഞാൻ അവനെ നോക്കുക. ഞാൻ പെട്ട പാടുക, പയ്യനെ കണ്ടില്ല, എൻ്റെ ഹസ്ബൻഡിനെയും കൊച്ചിനെയും പരിചയപ്പെടുത്താൻ. ഇപ്പം എനിക്ക് വരുന്ന എന്തോന്ന് ഒരു കാര്യം എനിക്ക് എപ്പോഴും അത്ഭുതമായിട്ട് നിൽക്കുന്നത് എന്താണെന്നറിയാം, നന്ദനത്തിലെ ബാലമണി പറയുന്നത് ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്നത് കണക്കെ അങ്ങനെ ദൈവദൂതന്മാരെ ദൈവം അയച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പ്രാർത്ഥന എനിക്ക് അങ്ങോളം നല്ല സഹയാത്രികരെ തരണമേ. ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ആ ഒരു ദൈവദൂതന്മാരെ വന്നത് കണക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കണക്കാണ് എനിക്ക് വലുതും. ചുറ്റും ഞാൻ നോക്കിയിട്ട്
ആ മകനെ കണ്ടില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ മകനെ മരിച്ച. ഇപ്പോഴും അതെനിക്ക് ഓർക്കുമ്പോൾ ഇപ്പോഴും അതൊരു മിറക്കിളായിട്ട് തന്നെ നിൽക്കുന്നു. ദൈവമായിട്ടൊരു ദൈവദൂതനായിട്ട് ഇത് അയച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെ യാത്ര ചെയ്തെന്ന്, ഫ്ലൈറ്റ് യാത്രയായാലും എന്തൊരു യാത്ര, നമ്മൾ ആ യാത്ര പോകുന്നതിന് മുമ്പേ നമ്മൾ ശരിക്കും മനം നൊന്ത് നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണം. ആ വാഹനത്തെ, ഫ്ലൈറ്റ്, കാറ്, ട്രെയിനാന്നേ, ആ വാഹനത്തെ എല്ലാം, അത് യാത്ര ചെയ്യുന്നവരെ, അത് ഓടിക്കുന്നവരെ എല്ലാം, നമുക്ക് സ്വന്തമായിട്ട് മാത്രമല്ല ഒരു പ്രാർത്ഥന, അവരെ എല്ലാം ബസ്സിലായാലും എല്ലാം ഞാൻ ഇപ്പോഴായാലും ഒരു ബസ്സിൽ കയറിയാലേ പോകുന്ന സമയത്ത് ഞാൻ ആ ബസ്സിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ബസ് ആക്സിഡൻ്റ് ഒന്നും പറ്റരുത്, ഇതിലെ ഡ്രൈവരെയൊക്കെ നിയന്ത്രിച്ചോളണേ, ഈ ബസ്സിലെ യാത്രക്കാരെല്ലാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും എടുക്കുന്നതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രാർത്ഥനയുടെ വലിയൊരു അത്യാവശ്യം ഉണ്ടായി. മീൻസ് ഏത് യാത്രയും ആയിക്കോട്ടെ, നമുക്ക് പിന്നെ നമ്മുടെ യാത്രകളിൽ നമ്മൾ ആയിട്ട് നമ്മൾ ദൈവത്തെ അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങുന്നത്, നമുക്ക് ദൈവദൂതന്മാരെ പോണക്ക് പലരും ദൈവം തമ്പുരാൻ കൊണ്ടുത്തരുകയും ചെയ്യും. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട് പറയാനാണെങ്കിൽ. അപ്പോൾ ഇന്ന് ഇത്രേ ആയിക്കോട്ടെ, ഇനി വേറൊരു വീഡിയോ. അപ്പോൾ എപ്പോഴും നമ്മളൊരു യാത്രയ്ക്ക് മുന്നേ നമുക്ക് വേണ്ടുന്ന ഒരു അത്യാവശ്യ ഒരു കാര്യമാണ് എപ്പോഴും അതിപ്പം നമ്മൾ യാത്ര പോകാമെന്നില്ല, നമുക്കുള്ളവർ യാത്ര പോകുമായിരുന്നു, അവരെയൊക്കെ ഏൽപ്പിച്ച് നല്ലതായിട്ടൊന്ന് പ്രാർത്ഥിക്കുക എടുക്കുകയൊക്കെ ചെയ്യണം. ഓക്കെ.